അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ഫേസ് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. സപ്പോസ് അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്, റോസ് വാട്ടർ ടോണറാണ്. സോ അത് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ച് സ്പ്രെഡ് ചെയ്യാതെ ഒരു ഫാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നാച്ചുറലി അത് അബ്സോർബ് ആവാനുള്ളൊരു ടൈം നമ്മൾ സ്കിന്നിന് കൊടുക്കുക കേട്ടോ. ടോണർ നല്ല രീതിയിൽ അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഇതേപോലെ നല്ലപോലെ അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് വന്നിട്ട് പ്രൈമർ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസറും പ്രൈമറും PACD ആണ്. ഞാൻ ഈ ഹോൾ മേക്കപ്പിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്തതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി നോക്കാൻ എളുപ്പമായിരിക്കും, നോട്ട് ചെയ്യാൻ ഇത്രയും കൂടി എളുപ്പമായിരിക്കും ഞാൻ വിചാരിക്കണോ. ഇപ്പം നമ്മളിവിടെ ഓയിൽ പ്രൈമറാണ് യൂസ് ചെയ്തത്, കാരണം ക്ലയൻറ്റിൻ്റെ സ്കിന്ന് വന്നിട്ട് ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ടാട്ടോ നമ്മൾ ഓയിൽ പ്രൈമർ യൂസ് ചെയ്തത്. അതിനുശേഷം വന്നിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നുള്ളൂ, വരച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക, കാരണം ഇപ്പോൾ ഉള്ള ഏകദേശം എല്ലാ ബ്രൈഡ്സിനും ഫില്ല് ചെയ്യുന്നതാണ് ഇഷ്ടം. ഒരു ആർട്ടിഫിഷ്യൽ ഐബ്രോസ് ഒന്നും ആരും പ്രിഫർ ചെയ്യുന്നില്ല. സോ അതുപോലെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 ഷെയ്ഡ് കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ഷെയ്ഡാണ് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യാം കേട്ടോ. കൺസീലർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആദ്യം ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്തു, പിന്നെ ക്രീസിലേക്ക് കൊണ്ടുപോയി, അതിനുശേഷം പിന്നെ ഉള്ളിലേക്ക് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് സോ ആദ്യം ഔട്ടർ കോർണർ, പിന്നെ ക്രീസിലേക്ക്, പിന്നെ ഉള്ളിലേക്ക്. സോ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യം തന്നെ ഒത്തിരി പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പാടില്ല. കുറച്ചെടുത്തിട്ട് പിന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് ഓൾസോ ബ്ലെൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം ഐ മേക്കപ്പ് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു ഫിനിഷായിരിക്കും കേട്ടോ. അടുത്തത് ഞാൻ കുറച്ച് കൺസീലർ എടുത്തിട്ട് ഇന്നർ കോർണറിൽ നിന്ന് നമ്മുടെ മിഡിൽ ഓഫ് ലിഡിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഷിമ്മേഴ്സ് യൂസ് ചെയ്യാനാണ്. ഞാനിവിടെ ഒരു ആൻറ്റിക് ഗോൾഡ് ഷിമ്മേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഷിമ്മറിൻ്റെ കളറ് വന്നിട്ട് പെർഫെക്റ്റ് കളറ് വന്നിട്ട് നമുക്ക് പുറത്ത് വിസിബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കാജൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫേസിൽ എവിടെയൊക്കെയാണ് ഡിസ്കളറേഷൻ ഉള്ളത് അവിടെയൊക്കെ വന്നിട്ട് നമ്മൾ കളർ കറക്ഷൻ ചെയ്യുകയാണ് കേട്ടോ. ഈ കറക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ ലാഷസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോ പാരിസിൻ്റെ 52 നമ്പറാട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഇനി വന്നിട്ട് നമുക്ക് ഈ ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ കളർ കറക്ഷൻ ചെയ്തല്ലോ, അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്തത് ഞാൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ വന്നിട്ട് ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡിങ്ങിലാണ് കേട്ടോ കാര്യം. ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് ഞാൻ വന്നിട്ട് ഇവിടെ ഒരു ക്രീം ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലഷ് വന്നിട്ട് 2 ചീക്കിലും നോസിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ഹൈലൈറ്ററാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ വാട്ടർ ലൈനിൻ്റെ താഴത്ത് ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ലിപ്പ് ലൈൻ ചെയ്തു. ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്, കാരണം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലാസ്റ്റിംഗ് കൂടുതലാണ്, അതുകൊണ്ടാണ്. പിന്നെ ഈ 2 ലിപ്സ്റ്റിക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മോഡലർ റിയാക്ഷൻ. അപ്പോൾ കംപ്ലീറ്റ് ലുക്ക് നമുക്കൊന്ന് കാണാം കേട്ടോ.